നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ ഗാന്ധിയൻ ജനാധിപത്യ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ആളുകളെ തൊഴിലാളികളായ ആളുകളെ അഡ്രസ് ചെയ്യാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മുന്നോട്ട് വരാതെ സാധാരണക്കാരന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വളർന്ന പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ സമസ്ത മേഖലയിലും നമ്മുടെ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രസംഗിച്ചു PSC മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, അതുപോലെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷങ്ങൾ ശമ്പളമാവുന്ന ആളുകളുടെ ശമ്പളവും അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KV തോമസ് എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിലിരിക്കുന്ന KV തോമസ്, അദ്ദേഹത്തിന് 3 പെൻഷനാണ്. നമ്മൾ ആലോചിക്കണം. ഒന്ന്, അദ്ദേഹം അധ്യാപകൻ, പ്രൊഫസർ എന്നുള്ള നിലയിലുള്ള പെൻഷൻ. രണ്ടാമത്, അദ്ദേഹം കേരള നിയമസഭയിൽ MLA ആയിരുന്നു, MLA പെൻഷൻ. അദ്ദേഹം കേന്ദ്രത്തിൽ MP ആയിരുന്നു, MP പെൻഷൻ. 3 പെൻഷൻ നിലവിൽ വാങ്ങുന്ന KV തോമസ് എന്ന് പറയുന്ന കരിങ്കാരിക്ക് കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ ഇരിക്കാൻ വേണ്ടി വീണ്ടും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ലക്ഷങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്ന കേരള സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ, അവരുടെ പെൻഷൻ പോലും നൽകാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റായി കേരളത്തിൽ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. G. ബാബു അധ്യക്ഷത വഹിച്ചു. രാജേഷ് നമ്പ്യാർ, ദാമോദരൻ കൊയിലേരിയൻ, NV നാരായണൻ, P. കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.